വായിച്ച് സഹായിച്ചാട്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. ദൈവകൃപയിൽ ശരണപ്പെട്ട് ആരംഭിച്ച ഈ സുവിശേഷ യോഗത്തിന്റെ ഒടുവിലത്തെ രാത്രിയാണ്. കഴിഞ്ഞ 2 രാത്രിയിലും ശ്രേഷ്ഠരായ അഭിഷിക്തന്മാരിൽ കൂടി ആത്മീയ സന്ദേശം, സുവിശേഷ ദൂത് ദൈവം കേൾപ്പിച്ചു. ഈ രാത്രിയിലും തിരുവചനത്തിൽ നിന്ന് ശ്രദ്ധിപ്പാൻ ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. ഇന്ന് രാത്രിയിലെ യോഗാധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ദൈവത്തിൻ്റെ ഭൃത്യന്മാർ, ഈ ഗ്രൗണ്ടിൽ കൂടിയിരിക്കുന്ന ബഹുമാന്യരായ ദൈവമക്കൾ, നാട്ടുകാർ, ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന മാന്യരായ പ്രിയപ്പെട്ടവർ, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന മാന്യ സഹോദരങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘം, എൻ്റെ കൂടെ വന്ന കർത്തൃദാസന്മാരും സഹോദരന്മാരും, ഈ ശുശ്രൂഷ ദൂരെ ഇരിക്കുന്നവർക്ക് കാണുവാനും കേൾക്കുവാനും ഇപ്പോഴത്തെ സാഹചര്യം അത് അങ്ങനെ ആയതുകൊണ്ട് അത് പകർത്തിക്കൊണ്ടിരിക്കുന്ന മാന്യ സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിങ്ങിനെ പറ്റി ഓർത്ത് പ്രാർത്ഥിപ്പാൻ കൃപ നൽകി. പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ഇവിടെ വരുവാനിടയായതിൽ ദൈവത്തിന് മഹത്വം. കഴിഞ്ഞ 2 രാത്രിയിലും ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരിൽ കൂടി ദൈവം അനുഗ്രഹിക്കപ്പെട്ടതായ സന്ദേശം നൽകി. അതിനായിട്ട് എന്തുവാ സംസാരിക്കുന്നത്? ഈ രാത്രി തിരുവചനത്തിൽ നിന്ന് നമുക്ക് ശാന്തമായിട്ട് ധ്യാനിക്കാം. ഈ ദേശം നന്നായിട്ട് സുവിശേഷം കേട്ടിട്ടുള്ള ദേശമാണ്. വിശേഷിച്ച് പാമ്പാടി. പെന്തിക്കോസിന്റെ ആരംഭകാലം മുതൽ പാമ്പാടിയിൽ നിന്ന് അനേകരെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അതിനു മുമ്പ് ഇതിന് ചുറ്റുപാട് ബ്രദറൻ സഭകളുണ്ടായിരുന്നു. അവരും സുവിശേഷത്തിന്റെ സത്യം വിളിച്ചറിയിച്ചു. അതിനുശേഷമായിട്ട് പെന്തക്കോസ്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ പാമ്പാടിയിൽ നിന്ന് ദൈവം ചിലരെ തെരഞ്ഞെടുത്തു. പാമ്പാടി, കൂരോപ്പട, ചെന്നാമറ്റം, എലക്കൊടിഞ്ഞി, ഈ ആദിയായ സ്ഥലം, പിന്നെ അങ്ങോട്ട് കോത്തല, പിന്നെ പുളിക്കക്കവല, ആദിയായ സ്ഥലങ്ങളെല്ലാം സുവിശേഷത്തിന്റെ സത്യത്തിന് വേണ്ടി അക്കാലത്ത് നാടൻ ഭാഷ പറഞ്ഞ നെഞ്ചും നെറ്റിയും കൊടുത്ത് മാതാപിതാക്കൾ മുൻപോട്ട് വന്നു. അവര് തെളിച്ച ആത്മീയ പാത പിൻപറ്റുവാൻ നമുക്കും ദൈവം കൃപ നൽകുന്നു. ഇങ്ങോട്ട് പോയിട്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കിയാന്നും പറഞ്ഞായിരിക്കുന്നത് പെന്തിക്കോസ്. ഇതിന് വില കൊടുത്ത ധാരാളം ആൾക്കാരുണ്ട്. അവരെ കഷ്ടവും പീഡയും ഒക്കെ സഹിച്ച്, ആക്ഷേപവും നിന്നെയൊക്കെ സഹിച്ച് ഈ പ്രമാണത്തിന് വേണ്ടി നിന്നത് കൊണ്ട് സമയമായപ്പോൾ ദൈവം നമ്മയും വിളിച്ചു. ആ പാത പിൻപറ്റുവാൻ ദൈവം കൃപ നൽകി. അതോർത്ത് ദൈവത്തിന് മഹത്വം. ആട്ടെ, മറ്റു മുഖവരകളൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ അഭിഷിക്ത ദാസന്മാരിൽ കൂടി സുവിശേഷത്തിന്റെ ദൂത് കഴിഞ്ഞ രാത്രിയിലും അതിന് തലേ രാത്രി എബി അബ്രഹാം അവർകളിൽ കൂടിയൊക്കെ നല്ല നിലയിൽ ദൈവോചന ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഇന്ന് വേറൊരു നിലയിൽ നമുക്ക് തിരുവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ ചിന്തിക്കണം. എൻ്റെ ഊഹം ശരിയെങ്കിൽ ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നതിൽ കൂടുതലും രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെന്ന് ചിന്ത എന്നെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ശാന്തമായിട്ട് ധ്യാനിക്കാം, പഠിക്കാം. ദൈവം നമുക്ക് കൃപ നൽകട്ടെ. അതിന് ആധാരമായിട്ട് വായിച്ചത് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. വളരെ പരിചിതമായ വാക്യമാണ്.
എനിക്ക് ഈ 2 വട്ടവും ഇച്ചിരി ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ കണ്ണ് ചുമ്മുന്നു. അവന് ഈ വട്ടവും ഈ വട്ടവും അല്ലേ ബിലിയാൻ പറഞ്ഞ പോലെ കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ മിക്കവാറും അങ്ങനെ ആയിരിക്കും. അത് വലിയ കുഴപ്പമില്ല. എൻ്റെ ഇതുകൂടെ പൊടിക്കൂടെ അത് മതി. ഞാൻ കയ്യങ്ങെടുത്തു. ആട്ടെ, എൻ്റെ സഹപടനായ ശിവ പാസ്റ്ററിനോട് ആ വാക്യം ഒന്ന് വായിച്ചു തന്നാട്ടെ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാമത് വാക്യം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പൊൻവിളക്കേഴുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ. പൊൻവിളക്കേഴുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ. വെള്ളോടുല തന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ളക്കുതിര പുറത്തേറി വരുന്ന പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. മൂന്നുപത്തിൽ ജ്ഞാനം മൂന്നരയിൻ വേല. 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 ഇങ്ങനെ ഭൂതലെ സഞ്ചരിക്കുന്നാണ്. മൂന്നുപത്തിൽ ജ്ഞാനം മൂന്നരയിൻ മൂന്നുപത്തിൽ ജ്ഞാനം മൂന്നരയിൻ വേല. ഇങ്ങനെ ഭൂതലെ സഞ്ചരിക്കുന്നാണ്. പാതിൽ പലതരം വേലകൾ ചെയ്തു ഭൂതപിശാചിൻ തലയ്ക്ക് തകർത്ത പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. ആദിമനൂജന ആദാമിൽ കൂടല്ലോ. ആദിമനൂജന ആദാമിൽ കൂടല്ലോ. ആദിമനൂജന ആദാമിൽ കൂടല്ലോ. ആദിമനൂജന ആദാമിൽ കൂടല്ലോ. ആദിമനൂജന ആദാമിൽ ആദിമനൂജനാദാമിൽ കൂടല്ലോ. പാപങ്ങൾ ലോകത്തിലാകെ പരന്നതു. ആദിമനൂജന ആദാമിൽ കൂടല്ലോ. പാപങ്ങൾ ലോകത്തിലാകെ പരന്നതു. ആദിമനൂജന ആദാമിൽ കൂടല്ലോ. പാപങ്ങൾ ലോകത്തിലാകെ പരന്നതും. ഏവർക്കും പാപ പരിഹാരത്തിനായി സ്വർഗമഹിമകൾ ദീപ്തികത്തിൽ വന്ന പുരുഷനെ കണ്ടേ ഉത്തമ
പൊൻവിളകേഴുള്ളിൽ പൊൻകച്ചയും പൂണ്ട് പൊൻവിളകേഴുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ പൊൻവിളകേഴുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ പൊൻവിളകേഴുള്ളിൽ പൊൻകച്ചയും പൂണ്ട് പൊൻവിളകേഴുള്ളിൽ പൊൻകച്ചയും പൂണ്ട് പൊൻവിളകേഴുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാ പഞ്ഞി പോൽ വെള്ളോട്ടുള്ള തന്നി കാറ്റ് പഠിപ്പിച്ച് വെള്ളക്കുതിര പുറത്തേറി വരുന്ന പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ നല്ല രാത്രിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി കൂടപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിചിതരായ കർത്തൃദാസന്മാരും ദൈവമക്കളും ഈ കൂട്ടായ്മയിൽ ഈ കൺവെൻഷനിൽ സംബന്ധിക്കുന്നതിൽ ദൈവത്തിന് മഹത്വം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കോവിഡിന് ശേഷമായിട്ട് പൊതുയോഗങ്ങൾ പലയിടങ്ങളിൽ ഇങ്ങനെ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഈ ദേശത്തും ഇത്രയും പേർക്ക് ഒന്നിച്ചു കൂടുവാൻ ദൈവം ചെയ്ത കരുണയ്ക്കായിട്ട് സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനി ഇങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകൾ വരാതെ ദേശത്തെയും രാജ്യത്തെയും ദൈവം സംരക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്